മലപ്പുറമാണ്. അർജന്റീന ഫാൻസിൻ്റെയൊക്കെ വലിയ ഈറ്റില്ലം കൂടിയാണ്. മലപ്പുറത്തെങ്ങും അർജന്റീനക്ക് നിരവധി ഫാൻ ബേസ് ഉള്ള ഒരു ജില്ല കൂടിയാണ്. ജംഷീർ എവിടെയാണുള്ളത്? ഈ മത്സരം വൈകി തുടങ്ങിയതിൻ്റെ ഒരു മുഷിപ്പ് അവിടെ ആരാധകരുടെ മുഖത്തൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഈ മത്സരത്തെ അവർ കാണുന്നത്? സൈഫ് സൂചിപ്പിച്ചതുപോലെ മത്സരം ഒരൽപ്പം വൈകിയാണ് തുടങ്ങിയത്. പക്ഷേ അതിന്റെ മുഷിപ്പ് ഒട്ടും തന്നെ ആരാധകരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് കാരണം അർജന്റീന മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മലപ്പുറത്തുടനീളം എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ മത്സരം കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ലബ്ബുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പൊന്നാനിയിൽ പോയിരുന്നു. പൊന്നാനിയിലെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ബിഗ് സ്ക്രീനിൽ അവിടെ മത്സരം കാണാനുള്ള സംവിധാനം ഒരുക്കിയതും അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉൾപ്പെടെ ഒരുക്കിയതും കാണിച്ചത്. ഇപ്പോൾ നമ്മളുള്ളത് മലപ്പുറത്താണ്. ഇന്ന് റെഡ് അലേർട്ട് കൂടിയാണ്. പക്ഷേ അതൊന്നും ഇവരുടെ ആവേശത്തെ ഒട്ടും ചോർത്തുന്നില്ല. വലിയ ആവേശത്തിൽ ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഓരോ ഷോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ആവേശത്തോടെ ആണ് ഈ ആളുകളെല്ലാം തന്നെ, ഈ ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ ഈ മത്സരം വീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നത് പോലെ ഈ അർജന്റീന ആരാധകരാണ് നേരത്തെ സൈഫു സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന ആരാധകർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മലപ്പുറത്തുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പം നമുക്ക് ആരാധകരിലേക്ക് തന്നെ പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് മത്സരം? ഒരല്പം വൈകിയാണ് തുടങ്ങിയത്. അടിപൊളി മത്സരം വൈകിയാണെങ്കിലും നല്ല കടുത്ത മത്സരമാണ്. കൊളംബിയ അത്ര നിസാരൻ ടീമൊന്നല്ല. റഫ് ആൻഡ് ടൈം ഗെയിം കളിക്കുന്ന ടീംസാണ്. റോഡ്രിഗസിന് മികച്ച ഫോം ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അർജന്റീന അതിലേക്ക് പ്രതിരോധ ശക്തി ആയതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ടില്ല. എന്തായാലും അർജന്റീന ജയിക്കുന്നേ ചെയ്യും. എത്ര ഗോള്? ഒരു 2-0 എന്തായാലും ജയിക്കും. കോൺഫിഡന്റ് ആണ്. അത് നമ്മള് ഈ 4-5 വർഷമായിട്ട് കാണുന്നതാണ്. ഇതൊരു പ്രശ്നമല്ല. 2 ഗോൾ കിട്ടിയാലും തിരിച്ചടിക്കാൻ പറ്റിയ ഒരു നല്ല ഫോർവേഡും കോൺഫിഡൻസ് ആണ്. മറ്റേതൊക്കെ നമുക്ക് ഒരു കളി കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഒരു 4-5 വർഷം മുമ്പ്. പക്ഷെ ഇപ്പോ ടീമിന്റെ ഒത്തിണക്കം അത് ഭയങ്കരമായിട്ടുണ്ട്. ടീമായി കളിക്കുന്നുണ്ട്. ഓരോ പ്ലെയറും നല്ല കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ ഗുണമാണ് എല്ലാ കപ്പുകളും വന്നിട്ടുള്ളത്. മെസ്സി മാത്രം കൊണ്ടല്ല, ഓരോ കളിക്കാരും മികച്ച ഫോമിലേക്ക് ഉയരുന്നുണ്ട്. അവർ കൂട്ടുകെട്ടുണ്ട്. ഒരു സ്ട്രെങ്ത് ഫോർവേഡിലായാലും പ്രതിരോധയിലേക്ക് മികച്ച കൂട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗോളിയുടെ മികവ് പറയേണ്ടതുണ്ടോ? പെനാൽറ്റിയിൽ വന്നാൽ പുലിയായിരിക്കും. അതിനു മുമ്പ് തന്നെ കളി 2 ഗോൾ ഞങ്ങൾ ജയിക്കും. കോൺഫിഡന്റ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും. അർജന്റീന എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കളിയല്ലേ? അടിപൊളി കളി. 20 മിനിറ്റിലെ 50-50 ആണ്. അത് ഒരു മെസ്സിയുടെ മുന്നേറ്റം, ഡീമറിന്റെ മുന്നേറ്റം, പിന്നെ അമീസ് റോഡ്രിഗസിന്റെ മുന്നേറ്റമാണ് ഇപ്പൊ കണ്ടത്. 2 ടീമിലും പ്രതിരോധം അടിപൊളിയാണ്. അർജന്റീനയിൽ ലിസാൻഡ്രോ മാർട്ടിനസ് അടിപൊളി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. കൊളംബിയ എന്ന് പറഞ്ഞ അറ്റാക്കാണ്. അറ്റാക്കിനെ തടുക്കാൻ ഇല്ല, മോശമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 4 ഡിഫൻഡർ കളിക്കുന്നത്. ഇന്ന് കൗണ്ടർ അറ്റാക്ക് അവർ നല്ലോണം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൊളാനി അതിനനുസരിച്ചുള്ള ഒരു ടീമിനെ ഇറക്കി. ലൈനപ്പ് അതുപോലെയുള്ള ലൈനപ്പ് ഉള്ളത്. എത്ര ഗോൾ പ്രതീക്ഷിക്കുന്നുണ്ട്? 1-0 അതിലൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം 2 ടീമും നല്ല ശക്തരായ ടീമാണ്. നമുക്കൊന്നും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. നല്ല ആവേശത്തിലാണ്. തീർച്ചയായിട്ടും നല്ല ആവശ്യം. ഇന്ന് ആവശ്യമില്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ആവശ്യമില്ലാതിരിക്കും. ഇന്ന് അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ ബ്രസീൽ മഞ്ഞതിന്റെ ഉള്ളിലൂടെ കിടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മത്സരം? മത്സരം മഹാമോശമാണ്. ഗോൾ അടിക്കൂല, ഗോൾ അടിക്കാൻ കഴിയൂലൊക്കെ. ആ ഗോളിനെ കൊണ്ട് ജയിച്ചെങ്കിൽ എന്താ സാമ്പാർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ ഗോളിനെ കൊണ്ട് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല. അല്ലാതെ കളിച്ചുകാണ്ട് ഓല് ജയിക്കൂല. ഏതായാലും ഒരു ഭാഗത്ത് അർജന്റീനയും മറുഭാഗത്ത് ബാക്കി എല്ലാ ടീമിലെ ആരാധകരാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണ് മലപ്പുറത്തുള്ള ആരാധകരുള്ളത്. ഇവിടെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് സൈഫ്.